ഹലോ ഗൈസ്, പത്തരമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനേനെ മുറി കൊണ്ടുവന്ന് ആദർശ് ആശ്വസിപ്പിക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയാം, ആര് ഈ വീടിൻ്റെ മരുമോള് നീ അല്ല എന്ന് പറഞ്ഞാലും അങ്ങനെ ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇന്ന് നിൻ്റെ പേരിലാണ് ഈ അനന്തപുരി തറവാട് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞ് നയനയുടെ ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോ ഒക്കെ കാണിക്കുവാണ്. എന്നിട്ട് പറയാം, ഇതിപ്പോൾ ഭയങ്കര വൈറലാണ്, നീ ഇനി വിഷമിക്കുകയൊന്നും വേണ്ട, പിന്നെ എനിക്ക് അമ്മേനെ കുറ്റപ്പെടുത്തി ഒഴിവാക്കിയും ഒന്നും ചെയ്യാൻ പറ്റില്ല, നീ അതനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, അത് നീ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ ആദർശ് പറയുമ്പോൾ നയന പറയാണ്, എനിക്കതിലൊന്നും ഒരു കുഴപ്പമില്ല ആദർശേട്ടൻ്റെ മനസ്സിൽ ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞല്ലോ, അത്രയും മാത്രം എനിക്ക് മതിയെന്ന് പറയുവാണ്. അപ്പോഴേക്കും ആദർശ് പറയാണ്, നീ എന്നാലും ഭയങ്കര സാധനമാണ്, അന്ന് വീട്ടിൽ പോയി കഴിഞ്ഞപ്പം ഞാൻ നാണം കെട്ട് വന്ന് വിളിക്കേണ്ട വന്നില്ല, അല്ലാണ്ട് നീ വന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം നയന പറയാം, അത് മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയല്ലേ വന്ന് വിളിച്ചേ, ആദർശ് വേണ്ടിയല്ലല്ലോ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, എനിക്കും കൂടെ വേണ്ടിയിട്ടാണ്, എനിക്ക് നിന്നോട് തീരെ സ്നേഹമില്ലാന്നാണോ നീ വിചാരിച്ചതെന്നൊക്കെ ചോദിക്കുവാണ്. അപ്പം നയന ചിരിച്ചിട്ട് പറയാണ്, ഇത്രയും കേട്ടാൽ മതി, എനിക്ക് സന്തോഷമായെന്ന് പറയുവാണ് കേട്ടോ. പിന്നെ എല്ലാവരും മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് താഴെ മുകളിൽ ഹാളിൽ വന്നിരിക്കുവാണ്. ആ സമയത്ത് പെണ്ണുങ്ങളെല്ലാം അവിടെയുണ്ട്. അപ്പോഴത്തേക്കും ജാനകി ചോദിക്കുന്നുണ്ട് അനാമികയോട്, മോള് സ്വർണ്ണം എടുക്കാൻ വേണ്ടി വരുന്നില്ലേ എന്ന് ചോദിക്കും. പറയും, നിങ്ങളെല്ലാം പോയി സെലക്ട് ചെയ്ത് വെച്ചാൽ മതി, ഞങ്ങൾ ബിൽ പേയ്മെൻറ്റിൻ്റെ സമയത്ത് അങ്ങ് വന്നാൽ മതിയല്ലോ, ഷോപ്പിങ്ങിന് ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയാൽ മതി, മേക്കപ്പിന് മാത്രമേ ഞാൻ ഇവിടെ നിൽക്കുന്നുള്ളൂ എന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ദേവേന് പറയാം, അപ്പോൾ മോള് വരുന്നില്ലേ, മോൾക്ക് സ്വർണ്ണം എടുക്കുമ്പോൾ മോള് കാണണ്ടേന്ന് ചോദിക്കുമ്പോഴത്തേക്കും അനാമിക പറയുകയാണ്, അത് വേണ്ട, ഇത്രയും വലിയൊരു ഡിസൈനർ ചേച്ചി ഇവിടെ ഉള്ളതല്ലേ, ഡിസൈനർ ചേച്ചി എടുക്കുമ്പോൾ അത് എത്രയായാലും ഒട്ടും കുറയില്ല എന്ന് എനിക്ക് ഉറപ്പാന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ദേവേന് പറയാണ്, ഡിസൈനർ ചേച്ചി എന്നല്ല പറയണ്ടേ, ഒരു ഡിസൈനർ വേലക്കാരിന്നോ അങ്ങനെ വല്ലതും പറ മോളെ, ഇവിടുത്തെ ഒരു വീട്ടുപണിക്കാരി എന്ന് പറയുമ്പോഴത്തേക്കും ജലജയും പറയാം, ഒന്നല്ല ഇവിടെ 3 ഉണ്ട് എന്നിങ്ങനെ പറയുവാണ്. അത് കേൾക്കുന്ന നവ്യയ്ക്ക് ദേഷ്യം വരുവാണ്. നവ്യയ്ക്ക് 3 ഉണ്ടെന്ന് പറയാം, എൻ്റെ അമ്മേനോടെ കൂട്ടി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ജലജയ്ക്ക് അടി കിട്ടുന്ന പോലെ ആവുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന മുത്തശ്ശി പറയാണ്, ഒന്നും മിണ്ടാതിരിക്കാവോ, 24 മണിക്കൂറും പ്രശ്നങ്ങളാ എന്നിങ്ങനെ പറയുമ്പം നമ്മുടെ ജലജ നയനെ നോക്കിയിട്ട് പറയാണ്, ഇപ്പോൾ ഒരുത്തവളാണെങ്കിൽ കെട്ടിയോനെ വിടാതെ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്, ഇനിയിപ്പോൾ എന്തൊക്കെ കാണണോ ആവോ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നയനെ അത്രയും നേരം മിണ്ടാതിരിക്കുന്ന നയന പറയാണ്, എന്നെ ആദർശേട്ടന് വേണ്ടാന്ന് തോന്നിയ സമയത്താണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയത്, പിന്നെ എന്നെ തിരിച്ച് കൂട്ടിക്കൊണ്ട് വന്ന് ആദർശേട്ടനാണ്, അപ്പോൾ പിന്നെ ഞാൻ എന്തിനെൻ്റെ ഭർത്താവിനെ വിട്ടിട്ട് പോകണമെന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുന്നത് ദേവയാനിക്ക് തീരെ സഹിക്കുന്നില്ല. അപ്പോൾ ദേവയാനി ഓരോന്ന് നയനെ പറയുവാണ്. ഇതെല്ലാം കേൾക്കുന്ന മുത്തശ്ശി പറയുകയാണ്, കുറച്ച് സ്വസ്ഥയും സമാധാനം വേണം, മര്യാദയ്ക്ക് ഇന്നൊരു ദിവസം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിതെല്ലാം ഒരുക്കി തന്നിരിക്കുന്നത്, അതുകൊണ്ട് എല്ലാവരും ഇവിടെ നിർത്തിക്കോ സംസാരം എന്നൊക്കെ പറയുവാണ് കേട്ടോ മുത്തശ്ശി. എന്നിട്ട് ആ മേക്കപ്പ് ചെയ്യാൻ വന്ന പിള്ളേരോട് പറയുകയാണ്, നിങ്ങൾ മേക്കപ്പ് ചെയ്യുക, ബാക്കി എല്ലാവരും ഇവിടെ മിണ്ടാതെ ഇരുന്നോണെന്ന് പറയുകയാണ്. ആ സമയം നമ്മുടെ അനാമിക മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവർ രണ്ടും ഇങ്ങനെ കയറി വന്നുകൊണ്ട് വലിയ വിലയൊന്നും ഉണ്ടാവില്ല, എനിക്കിനി ഇവിടെ ഭരിച്ച് മുടിക്കാം, കൊള്ളാം എന്നിങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് ജയനും അജയനും കൂടെ താഴെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അവർ പറയുകയാണ്, ഹോട്ടൽ വല്ലതും പോയാൽ മതിയായിരുന്നു, അതാണെങ്കിൽ ആരും കാണാതെ ഓരോ പെഗ്ഗും അടിക്കായിരുന്നു, വീട്ടിലോട്ട് ഇനിയിപ്പോൾ എന്തായാലും പെഗ്ഗ് അടിക്കാൻ വേണ്ടി കൊണ്ടുവരാൻ പറ്റത്തില്ലോ, ഫുഡേലും മര്യാദയ്ക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ വല്ല ഹോട്ടലിൽ നിന്നും മേടിക്കാം, അതായിരിക്കും നല്ലത് ആദർശമെന്ന് ജയൻ പറയുവാണ്. എന്നിട്ട് പറയാം, ഇത് പക്ഷേ മുത്തശ്ശനോട് ഞങ്ങൾ പറയാല, നീ ഒന്ന് സൂചിപ്പിച്ച് നോക്ക് എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മൂർത്തി മുത്തശ്ശൻ അങ്ങ് വന്നിട്ട്, എന്താ എല്ലാവർക്കും ഒരു താമസം, അടുക്കളയിൽ കയറണ്ടേ, അവരുടെ മേക്കപ്പ് കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഫുഡ് വല്ലതും ഉണ്ടാക്കി വെക്കണം, ഞാൻ ആ വാക്ക് കൊടുത്തത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആദർശം പറയണം, അല്ല ഇതിപ്പം പുറത്തുനിന്ന് മേടിക്കുന്ന കാര്യം ഇങ്ങനെ അച്ഛനും വലിയച്ഛനും പറയാമെന്ന് പറയുമ്പോൾ അവർ തിരിച്ച് ആദർശൻ്റെ തല ഇടുവാണ് കേട്ടോ. ഞങ്ങളല്ല പറഞ്ഞു, ഇവനാ പറഞ്ഞേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാം, ഞാൻ കൊടുത്ത വാക്കാണ്, അവർ ചെയ്യുന്ന പണികളുടെ വില എന്താണെന്ന് ഇവിടെയുള്ളവർ അറിയണമല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശം പറയാം, ഇല്ല കുഴപ്പമില്ല നമുക്ക് ചെയ്യാമെന്ന് പറയുവാണ്. എന്നിട്ട് മുത്തശ്ശൻ പറയാം, ഈ മാസം കുക്കിംഗ് മാത്രം, അടുത്ത മാസം തൊട്ട് ക്ലീനിങ്ങും ഉണ്ടെന്ന് പറയുമ്പോൾ ആദർശം പറയാം, ക്ലീനിങ് വലിയ കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, 1-2 ദിവസം ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ, കുറേ തവണ കുനിയോ എന്നിവരൊക്കെ ചെയ്യുമ്പം ഈ പറഞ്ഞതൊക്കെ തനിയെ മാറ്റി പറയും എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ പറയുവാണ്, ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കും എന്ന് എനിക്കറിയത്തില്ല, ഈ കുടുംബത്തിലൊരു രാജാവിനെ പോലെ ജീവിച്ച ആളാണ് ഞാൻ, അപ്പോൾ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനൊരു ആഗ്രഹം കൂടെ ഉണ്ട്, അവർക്ക് ചെയ്ത് കൊടുക്കണം, പിന്നെ ഞാൻ കുക്കിങ്ങൊന്നും എനിക്ക് വലിയ പരിചയമില്ല, പിന്നെ ജയനും അജയനൊക്കെ പണ്ട് അടുക്കളയിൽ കയറി ഭാര്യമാരെ സഹായിച്ചതല്ലേ, അപ്പോൾ അവർക്ക് കുറച്ചൊക്കെ അറിയാമായിരിക്കും എന്ന് പറയുമ്പം അവർ പറയുവാണ്, അത് പണ്ടല്ലായിരുന്നു അച്ഛാ, ഇപ്പം കയറിയിട്ട് എത്ര നാളായി, വലിയ പിടുത്തമൊന്നും ഇല്ലയെന്ന് പറയുമ്പം
നമ്മുടെ ആദർശം പറയുന്നുണ്ട് എനിക്ക് ചെറുതായിട്ട് അറിയാം എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയും നിനക്ക് ചെറുതായിട്ട് അറിയാമല്ലോ എങ്കിൽ അത് മതി, എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്കങ്ങ് ഉണ്ടാക്കാം. എല്ലാവരും പോയി വേഷമൊക്കെ മാറിയിട്ട് വരാൻ പറയുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശും അനിയും ജയനും അജയനും നമ്മുടെ അബിയെല്ലാം വേഷം മാറിയിട്ട് വരുവാണ്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശൻ അടുക്കളയിൽ വെജിറ്റബിൾസ് ഓൾറെഡി കട്ട് ചെയ്ത് തുടങ്ങി കേട്ടോ. വെജിറ്റബിൾസ് ഇങ്ങനെ കട്ട് ചെയ്യുന്ന മുത്തശ്ശനെ കണ്ടിട്ട് ഇവർ പറയുവാണ് മുത്തശ്ശനൊക്കെ എന്ത് അറിയാൻ തോന്നുന്നു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് മുത്തശ്ശൻ പറയുവാണേ ഇങ്ങനെ വെളിയിൽ നിൽക്കാതെ അകത്തോട്ട് കയറി വാ, പണി തുടങ്ങണ്ടേ, അവർ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വല്ലതും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പോകണം എന്ന് പറയുവാണ്. എന്നിട്ട് നമ്മുടെ ആദർശനോട് പറയുകയാണ് തുടങ്ങിക്കോ, നീ നിനക്കല്ലേ എന്തൊക്കെയോ ചെറുതായിട്ട് അറിയാമെന്ന് പറഞ്ഞേ, നീ തന്നെ തുടങ്ങിക്കോ എന്ന് മുത്തശ്ശൻ പറയാണ്. അപ്പോൾ പെട്ടെന്ന് ആദർശം ഇങ്ങനെ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ച് നിന്നിട്ട് പറയുകയാണ് അതിന് മസാലപ്പൊടി വേണ്ടേ, മസാലപ്പൊടി എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുവാണ്. അങ്ങനെ അവർ മസാലപ്പൊടി തപ്പുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് പറയുന്നുണ്ട് മുഖത്തൊക്കെ എന്തോ പൊള്ളുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അവർ പറയാം ജലജയും ദേവേനും പറയും ആദ്യമൊക്കെ അങ്ങനെ അമ്മേ, അത് കഴിയുമ്പോൾ ശരിയാവും എന്ന് പറയുമ്പം കനകയും പറയുന്നുണ്ട് നേരെ എൻ്റെ മുഖത്തും എന്തോ ഒരു പൊള്ളൽ പോലെ ഉണ്ടെന്ന് പറയുമ്പം അവർ കനകനെ കളിയാക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയാണ് മനസ്സ് ശരിയല്ലെങ്കിലേ ഇങ്ങനെ പലതും പൊള്ളും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുവാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഒന്ന് നിർത്തുന്നുണ്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. എങ്കിലും അവരിങ്ങനെ പരസ്പരം പിന്നെ അവിടെ ഓരോന്ന് പറഞ്ഞ് ഒന്നും രണ്ടും പറഞ്ഞ് അടിയാവുകയാണ് കേട്ടോ. ഇത് കേട്ട് മടുത്തിട്ട് മുത്തശ്ശി പറയുകയാണ് ഒന്ന് മിണ്ടാതിരിക്കാവോ, ഇവിടെ ആൾക്കാരുള്ളതാന്നുള്ള രീതിയിൽ പറയുവാണ്. അവസാനം എല്ലാവരും കടിച്ചമർത്തി ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് കനക പറയുന്നുണ്ട് ഞാനും ഷോപ്പിങ്ങിനൊന്നും വരുന്നില്ല, എനിക്ക് വീട് വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അബി ഒരു പൊടി എടുത്തുകൊണ്ട് വന്നിട്ട് ഇതല്ലേ മസാല എന്ന് പറയുമ്പോഴത്തേക്കും ജയം മണത്തിട്ട് പറയാം ഇത് മല്ലിപ്പൊടി അല്ലേടാ എന്ന് പറയുവാണ്. ആ സമയത്തേക്ക് നമ്മുടെ അനി അതിലെ കൂടെ എല്ലാം തപ്പി നടന്ന് മസാലപ്പൊടി എടുത്തുകൊണ്ട് വരുവാണ് കേട്ടോ. മസാലപ്പൊടി എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ ആദർശിൻ്റെ കൈ കൊടുക്കുവാണ്. ആദർശിൻ്റെ കൈ കൊടുക്കുമ്പോഴേക്കും ആദർശ് എൻ്റെ പൊന്നെ ഇത് കിട്ടിയോ, ഇനിയിപ്പോൾ കുക്ക് ചെയ്യാതെ പറ്റത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുക നീ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്, അത് ഉണ്ടാക്കുക എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് എനിക്ക് ചെറുതായിട്ടല്ലേ അറിയത്തുള്ളൂ, അതുപോലെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുവാണ്. അപ്പോൾ മുത്തശ്ശൻ പറയാം നിനക്ക് എങ്ങനെയും അറിയാവുന്ന രീതിയിൽ ഉണ്ടാക്കുക, കാരണം അവർ പോയിട്ട് വരാൻ സമയമായെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ മസാലപ്പൊടിയും പിടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിൽക്കുന്ന ആദർശിനെയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.